പ്രേക്ഷകർക്ക് സ്വാഗതം. ലേറ്റ് എഡിഷൻ ആരംഭിക്കുന്നു. ഞാൻ അനുമോഹനൻ. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന വകുപ്പും പ്രകാരം കേസെടുത്തിരിക്കുകയാണ് പോലീസ്. കേസന്വേഷണത്തിന് 7 അംഗ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. നിതിന്റെ ആത്മഹത്യ അധ്യാപകരിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങളെ തുടർന്നെന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖ പുറത്തായി. മകനെ തള്ളിയിട്ട് കൊന്നതാണെന്ന് സംശയമുണ്ടെന്ന് കുടുംബം ആരോപിച്ചു. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അധ്യാപകർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവും പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന വകുപ്പും പ്രകാരം പോലീസ് കേസെടുത്തു. കേസന്വേഷണത്തിന് 7 അംഗ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചതായി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ അതിലേക്ക് അബറ്റ്മെന്റ് സൂയിസൈഡ് ആത്മഹത്യാ പ്രേരണ കുറ്റം പോലീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് സെക്ഷൻ 3(1) ക്ലോസ് R മറ്റ് അനുബന്ധ വകുപ്പുകൾ ഉൾപ്പെടെ SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് വകുപ്പിന്റെ സെക്ഷൻസും കൂടെ നിലവിൽ ഈ കേസിലേക്ക് പോലീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനിടെ നിതിൻ രാജ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ സുഹൃത്തുക്കൾക്കയച്ച ശബ്ദ സംഭാഷണം പുറത്തുവന്നു. അധ്യാപകരിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ വിവരിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തുവന്നത്. എന്നെ വെറുതെ എണീവിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിനുശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിന് പോയി സർപ്രൈസ് ആയിട്ട് കൊടുത്തേക്കുക. അതുപോലെ ഇൻസൾട്ട്. കോളേജിൽ റാഗിംഗ് നടക്കുന്ന വിവരവും നിതിൻ കുടുംബത്തോട് പങ്കുവച്ചിരുന്നു. കുടുംബത്തിന് മുഖ്യമന്ത്രിയെ കാണാൻ സൗകര്യമൊരുക്കുമെന്നും പരാതികൾ ഗൗരവമായി അന്വേഷിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി. എന്തായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വന്ന ഉടനെ തന്നെ മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേസമയം പോലീസ് അന്വേഷണത്തിൽ നീതി കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെന്ന് നിതിൻ രാജിന്റെ പിതാവ്. നിതിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കോളേജ് അധികൃതർ ഒരു വാക്കുപോലും വിളിച്ച് അന്വേഷിച്ചില്ലെന്നും പിതാവ്. ബോഡിക്ക് മുമ്പും ബോഡി വന്നതിന് ശേഷവും വന്നുമില്ല. ഇതുവരെയും അവൻ എത്ര നാൾ അവിടെ പഠിച്ചതല്ല. സംസ്കാരം കഴിഞ്ഞോ, അച്ഛനും അമ്മ എന്ത് ചെയ്യുന്നു, ഒരു വാക്കുപോലും ചോദിച്ചിട്ടില്ല. വരണ്ടല്ല അവർ, നല്ലൊരു വാക്ക് പറയാമല്ലോ. ഒരു ഫോൺ എൻ്റെ എല്ലാവരെയും നമ്പർ അവരുടെ കയ്യിലുണ്ട്. HOD കയ്യിലുണ്ട്, പ്രിൻസിപ്പാളിൻ്റെ കയ്യിലുണ്ട്, അവിടുത്തെ സ്റ്റാഫ് റൂമുകളിലെല്ലാം ഉണ്ട്, ഓഫീസിലുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നിതിന്റെ വീട് സന്ദർശിച്ചു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും യുവജന കമ്മീഷനും കേസെടുത്തു. SC/ST കമ്മീഷൻ കേസെടുക്കും. 24 തിരുവനന്തപുരം. ഇനി നോക്കാം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തൊണ്ണൂറിലധികം സീറ്റ് നേടി LDF ഭരണം തുടരുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭരണ തുടർച്ചയുണ്ടായാൽ പിണറായി വിജയൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയെന്നും MV ഗോവിന്ദൻ ആവർത്തിച്ചു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായതായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായതായാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തില്ല. ഭരണ തുടർച്ചയ്ക്ക് തിരിച്ചടിയായേക്കാവുന്ന ഘടകങ്ങൾ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തു. 110 സീറ്റുകൾ നേടി ഭരണ തുടർച്ചയുണ്ടാകുമെന്ന നിലപാടിൽ നിന്ന് CPIM പിന്നാക്കം പോയി. 90 സീറ്റുകളിലധികം നേടി ഭരണം നിലനിർത്തുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഇപ്രാവശ്യവും ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ 90 സീറ്റുകളിൽ കൂടുതൽ നേടി കഴിഞ്ഞ 2 പ്രാവശ്യം പോലെ തന്നെ വൻ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ 3ാം ടേമിലേക്ക് കടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. 2021 അപേക്ഷിച്ച് പോളിംഗ് കുറഞ്ഞതായി സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. VD സതീശൻ വനവാസത്തിന് പോകേണ്ട ആവശ്യമില്ലെന്നും UDF നേതാവായി തുടരണമെന്നും MV ഗോവിന്ദൻ. രാഷ്ട്രീയ പ്രവർത്തനമാണ്, അദ്ദേഹം വനവാസത്തിനൊന്നും പോകാൻ പാടില്ല. ജനങ്ങളതൊക്കെ ക്ഷമിച്ചോളും. ആ പറഞ്ഞതെല്ലാം വെച്ച് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ കാര്യങ്ങൾ അതേപോലെ നടക്കണമെന്നും ആരും പറയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം വനവാസത്തിനൊന്നും പോകേണ്ടിയില്ല. കേരളത്തിൽ തന്നെ UDFന്റെ നേതാവായിട്ട് പ്രവർത്തിക്കട്ടെ. BJP ഒരു സീറ്റിൽ പോലും ജയിക്കില്ലെന്നും ഭരണം ലഭിച്ചാൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. 24 തിരുവനന്തപുരം.
കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കെതിരെ തുറന്നടിച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ഇപ്പോൾ ചർച്ച വേണ്ടെന്നും MLA അല്ലാത്തയാൾ മുഖ്യമന്ത്രിയാകുമോ എന്ന് പറയാൻ കഴിയില്ലെന്നും സണ്ണി ജോസഫ് 24നോട് പറഞ്ഞു. എറണാകുളത്ത് നിന്ന് മുഖ്യമന്ത്രിയെ വേണമെന്ന പരാമർശത്തിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നിലപാട് മയപ്പെടുത്തി. അതേസമയം VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് വാട്സപ്പ് ക്യാമ്പയിൻ സജീവമായി നടക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ UDFന് മുൻതൂക്കമെന്ന റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ തുടങ്ങിയ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച പുതിയ തലങ്ങളിലേക്ക് മാറുകയാണ്. MLA അല്ലാത്തയാൾ മുഖ്യമന്ത്രിയാകുമോ എന്ന് പറയാൻ കഴിയില്ലെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി ചർച്ച ഇപ്പോൾ വേണ്ടെന്നും സണ്ണി ജോസഫ് 24നോട് പറഞ്ഞു. കേരളമാകെ UDFന് നല്ല റിസൾട്ട് ഉണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ആവർത്തിക്കും. അപ്പോൾ MP വന്ന് മുഖ്യമന്ത്രിയാവുന്നു, അതിൽ എന്തെങ്കിലും എതിർപ്പ് വരാൻ സാധ്യത? അതൊന്നും നമ്മൾ അതിലേക്കൊന്നും വരില്ല. തീരുമാനം വന്നു കഴിഞ്ഞാൽ ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. തീരുമാനം വന്നാൽ വരുമോ എന്ന് എനിക്ക് പറയാൻ കഴിയും. എറണാകുളത്ത് നിന്ന് മുഖ്യമന്ത്രിയെ വേണമെന്ന പരാമർശത്തിൽ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നിലപാട് മയപ്പെടുത്തി. സംസ്ഥാന നേതൃത്വവും ഹൈക്കമാൻഡും തീരുമാനമെടുക്കട്ടെയെന്ന് മുഹമ്മദ് ഷിയാസ്. കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് ഒരു പ്രൊസീജിയറുണ്ട്. അത് പാർലമെന്ററി പാർട്ടി അംഗങ്ങളുടെ, ജയിച്ചു വരുന്ന MLA-മാരുടെ അഭിപ്രായങ്ങൾക്കും മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് അത്തരത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യും. ഹൈക്കമാൻഡ് നിശ്ചയിക്കുന്ന നിരീക്ഷകർ MLA-മാരിൽ നിന്ന് അഭിപ്രായം തേടിയ ശേഷമായിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയെന്നാണ് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറിന്റെ പ്രതികരണം. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് വിദേശ രാജ്യങ്ങളിലടക്കം ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് ഒരു വിഭാഗം പ്രവർത്തകർ. KC വേണുഗോപാലിനോട് നോ പറയുക, VD സതീശനെ പിന്തുണയ്ക്കണം എന്നാണ് ക്യാമ്പയിൻ. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് ഇമെയിൽ സന്ദേശം അയക്കാനും നീക്കമുണ്ട്. 24 കൊച്ചി. കണ്ണൂർ പയ്യന്നൂരിൽ തിരഞ്ഞെടുപ്പിന് പിന്നാലെ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ അറസ്റ്റിലായ പ്രതികൾക്ക് മുദ്രാവാക്യം വിളിച്ച് അഭിവാദ്യം അർപ്പിച്ച് CPIM DYFI പ്രവർത്തകർ. കോടതിയിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയപ്പോഴായിരുന്നു മുദ്രാവാക്യം വിളി. പ്രാദേശിക നേതാവ് M പ്രസാദ് വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഒറ്റുകാർക്കെതിരെ പോരാട്ടം തുടരുമെന്ന വിവരണത്തോടെയാണ് പോസ്റ്റ്. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ച് സ്വർണ്ണക്കള്ളൻ എന്ന അടിക്കുറിപ്പ് നൽകിയതിന് യുവാവിനെതിരെ കേസ്. കണ്ണൂർ സൈബർ പോലീസാണ് കേസെടുത്തത്. 19-കാരനായ അനുൻ അന്ത് ഇൻസ്റ്റഗ്രാമിലാണ് പോസ്റ്റ് ഇട്ടത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുന്നുണ്ട്. അജീഷ്, വിവരങ്ങൾ. പോളിംഗ് ദിവസം 9-ാം തീയതിയായിരുന്നു പ്രിയദർശിനി ഓലായിക്കര എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ ഈ പോസ്റ്റ് വരുന്നത്. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ച് സ്വർണ്ണക്കള്ളൻ എന്ന അടിക്കുറിപ്പോടെയായിരുന്നു ഈ പോസ്റ്റ് ഇട്ടത്. ഇതിന് പിന്നാലെയാണ് പിണറായി സ്വദേശിയായിട്ടുള്ള സുധീർ എന്നയാൾ സൈബർ പോലീസിൽ പരാതി നൽകിയത്. ഇത് പാർട്ടിക്കാർക്കും CPM പ്രവർത്തകർക്കും തനിക്കും മാനസിക വിഷമം ഉണ്ടാക്കി എന്നാണ് അദ്ദേഹം പരാതിയിൽ പറയുന്നത്. ഇത് പ്രകാരം സൈബർ പോലീസ് കേസെടുക്കുകയായിരുന്നു. 19-കാരനാണ്. കണ്ണൂർ സിറ്റി സ്വദേശിയാണ് അനുനന്ദ്. മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനും മനഃപൂർവ്വം ലഹള ഉണ്ടാക്കാനും ശ്രമിച്ചുവെന്നാണ് FIR-ൽ പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അജീഷ് ജയകുമാർ. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ കേന്ദ്രസേനയുടെ നിരീക്ഷണത്തിൽ 18 ബൂത്തുകളിൽ റീപോളിംഗ് വേണമെന്ന് UDF. 90% മുകളിൽ വോട്ട് രേഖപ്പെടുത്തിയ ബൂത്തുകളിലാണ് റീപോളിംഗ് ആവശ്യപ്പെട്ടത്. പ്രിസൈഡിംഗ് ഓഫീസർമാർ LDF-ന് വേണ്ടി കള്ളവോട്ട് ചെയ്യുന്നതിന് ഒത്താശ നടത്തിയെന്നാണ് UDF ഉയർത്തുന്ന ആക്ഷേപം. ബൂത്ത് ഏജന്റുമാരെ ആക്രമിച്ചെന്നും സ്ഥാനാർത്ഥിയെ കയ്യേറ്റം ചെയ്തുവെന്നും പരാതി ഉയർന്ന ബൂത്തുകളിൽ സ്ഥാനാർത്ഥിയും ചീഫ് ഏജന്റ് തിരഞ്ഞെടുപ്പ് പ്രക്രിയക്കിടയിൽ തന്നെ റീപോളിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. CPIM ശക്തി കേന്ദ്രങ്ങളിലെ ബൂത്തുകളിൽ കള്ളവോട്ടുകൾ നടന്നുവെന്നും ആരോപണമുണ്ട്. കേന്ദ്രസേനയുടെ നേരിട്ടുള്ള ഇടപെടലിൽ മാത്രമേ നീതിപൂർവമായ വോട്ടിംഗ് നടത്താൻ പറ്റുകയുള്ളൂ എന്ന് കാണിച്ച് ഇലക്ഷൻ ഓഫീസർമാർക്കും നിരീക്ഷകർക്കും നേരത്തെ നിവേദനം നൽകിയിരുന്നുവെങ്കിലും ഉത്തരവാദിത്വമുള്ള ഇലക്ഷൻ ഓഫീസർമാർ കത്ത് വാങ്ങി വയ്ക്കുക മാത്രമായിരുന്നു ചെയ്തതെന്നും UDF ആരോപിച്ചു. പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ കൂടുതൽ ഗുരുതര ആരോപണങ്ങളുമായി BJP സസ്പെൻഡ് ചെയ്ത വനിതാ നേതാവ് ബിന്ദു വിനയകുമാർ. ശോഭാ സുരേന്ദ്രൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആലപ്പുഴ മണ്ഡലത്തിലും വോട്ടിന് പണം നൽകിയെന്നാണ് ആരോപണം. ശോഭയ്ക്കൊപ്പമുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫറുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണം വേണമെന്നും ബിന്ദു ആവശ്യപ്പെട്ടു. വോട്ടിന് പണം ആരോപണത്തിൽ ശോഭാ സുരേന്ദ്രനെ വിടാതെ ബിന്ദു വിനയകുമാർ. ആലപ്പുഴയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കാലത്തും ശോഭ വോട്ടിന് പണം നൽകിയിരുന്നുവെന്ന് ബിന്ദു ആരോപിച്ചു. സംസ്ഥാന നേതൃത്വത്തിന് ശോഭയെ പേടിയാണെന്നും ബിന്ദു വിനയകുമാർ പറഞ്ഞു. ശോഭ ആലപ്പുഴയിലും ഈ സ്വഭാവക്കാരി തന്നെയായിരുന്നു എന്ന് പല
രീതിയിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് അന്വേഷിച്ചാൽ സാധിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു സ്വഭാവമുള്ളത് കൊണ്ടാണല്ലോ പാലക്കാട് ഈ ഒരു ജയിക്കുമെന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ പോലും ഇങ്ങനെ കാണിക്കുന്നത്. ഒരുപക്ഷെ ശോഭയെ ഭയമായതുകൊണ്ടായിരിക്കും, നമ്മളോട് ആ ഭയമില്ലാത്തത് കൊണ്ടായിരിക്കും. ശോഭാ സുരേന്ദ്രന്റെ ഫോട്ടോഗ്രാഫറായിരുന്ന ജസ്റ്റിൻ എന്നയാളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ബിന്ദു വിനയകുമാർ ആരോപിച്ചു. ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ ഉറ്റ തോഴനായിട്ട് നിരാഹാരം ഇരിക്കുന്ന സമയത്ത് ജസ്റ്റിൻ എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ പത്രക്കാരെ അന്വേഷിക്കുന്നത് അതേക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും. 30 വർഷം BJPക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചെന്നും പാർട്ടി കൈവിട്ടാലും BJPക്കാരിയായി തുടരുമെന്നുമാണ് ബിന്ദുവിന്റെ നിലപാട്. ബിന്ദുവിനെതിരെ കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് BJPയുടെ തീരുമാനം. ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണം പുറത്തുവിട്ടതിനു പിന്നാലെ ബിന്ദു വിനയകുമാറിനെ BJP സസ്പെൻഡ് ചെയ്തിരുന്നു. 24 ആലപ്പുഴ. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം ആഴിമലയിൽ സെൽഫി എടുക്കുന്നതിനിടെ യുവാവിന് ദാരുണാന്ത്യം. പത്തനംതിട്ട ഇടയാറന്മുള സ്വദേശി അനീഷാണ് മരിച്ചത്. കാൽവഴുതി കടലിൽ വീഴുകയായിരുന്നു. വിനേഷ് കുമാറിനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. വിനേഷ്, എപ്പോഴാണ് അപകടം സംഭവിച്ചത്? വിവരങ്ങൾ. അനൂപ്, ഇന്ന് വൈകിട്ടായിരുന്നു ആഴിമലയിൽ സെൽഫി എടുക്കുന്നതിനിടെ യുവാവ് കാൽ വഴുതി കടലിലേക്ക് വീഴുകയായിരുന്നു. പത്തനംതിട്ട ഇടയാറന്മുള സ്വദേശി അനീഷാണ് മരിച്ചത്. 17 അംഗ സംഘം ആഴിമലയിലും പരിസരത്തും വിനോദയാത്രയ്ക്ക് എത്തിയതായിരുന്നു. ഇതിനിടയിലാണ് സെൽഫി എടുക്കുന്നതിനിടെ അനീഷ് കടലിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തകർ അനീഷിനെ കരയിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണുള്ളത്. സെൽഫി എടുക്കുന്നതിനിടെയാണ് തിരുവനന്തപുരം ആഴിമല കടലിലേക്ക് യുവാവ് വീണത്. ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മെക്സിക്കൻ കടലിൽ കാണാതായ കോഴിക്കോട് കക്കോടി മോരിക്കര സ്വദേശി വിൻഷാറിനെ കുറിച്ച് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്ന് കുടുംബം. കാണാതായെന്നുള്ള വിവരം ലഭിച്ച് 4 ദിവസം പിന്നിടുമ്പോഴും കമ്പനിയിൽ നിന്നോ ഏജൻസിയിൽ നിന്നോ യാതൊരു വിവരവും ലഭിക്കാത്തതിന്റെ ആശങ്കയിലാണ് കുടുംബം. അമേരിക്കൻ കമ്പനിയായ നോർവീജിയൻ ക്രൂയിസ് ലൈനിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലായ NCL വിവയിലെ ജീവനക്കാരനാണ് വിൻഷാർ. ജോലിയുമായി ബന്ധപ്പെട്ട് വിൻഷാർ വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് ഭാര്യ നീതു 24നോട് പറഞ്ഞു. മെക്സിക്കൻ കടലിൽ കാണാതായ കോഴിക്കോട് കക്കോടി മോരിക്കര സ്വദേശി വിൻസാറിൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. എപ്പോഴാണ് വിൻസാറിനെ കാണാതായി എന്നുള്ള വിവരം ലഭിക്കുന്നത്? ഫ്രൈഡേ കാമാക്ഷി ഏജൻസിയിൽ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടുന്നത് കാണാതായിട്ടുള്ളത്. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. വേറെ ഒരു ഡീറ്റെയിൽസും അറിഞ്ഞിട്ടില്ല, അപ്ഡേഷനൊന്നും കിട്ടിയിട്ടില്ല. ഏത് ദിവസമാണ് ഇൻഫർമേഷൻ വരെയാണ് കിട്ടിയത്? തൊട്ട് മുമ്പ് വിളിച്ചിരുന്നോ വീട്ടിലേക്ക്? തേഴ്സ്ഡേ നൈറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നു വിൻസാറിന്? ആള് കുറച്ച് വർക്കിംഗ് പ്രഷറാണെന്ന് പറഞ്ഞ് ടെൻഷനിലായിരുന്നു. പക്ഷെ നെക്സ്റ്റ് വീക്ക് നാട്ടിലോട്ട് വരാനിരിക്കുകയാണ്. ഒരു ഇൻഫർമേഷൻ കമ്പനി തൊട്ട് കിട്ടിയതുമില്ലല്ലോ. മിസ്സായെന്ന് മാത്രമേ അറിയുള്ളൂ. വേറെ ഒരു ഇൻഫർമേഷൻ കമ്പനിയിൽ നിന്ന് വന്നിട്ടില്ല. ഇതേരം വരെ വന്നിട്ടില്ല. എംബസിയെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യൻ എംബസിയിലൊക്കെ കംപ്ലൈൻറ്റ് പോയിട്ടുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. ഇന്നലെ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആരും എന്നെ വിളിച്ച് ഒരു വിവരവും തരുന്നില്ലല്ലോ. എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ഞാൻ അറിയണ്ടേ. അവരോട് സെർച്ച് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ എന്ന് പോലും എനിക്കറിയില്ല. സ്ഥലം MLA MP ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. പോയത് ഇവിടുത്തെ വിൻസർ അവസാനമായിട്ട് ഡിസംബറിൽ ആണ് പോയത്. ഇതുവരെ വർക്ക് ചെയ്ത ഷിപ്പല്ല, വേറെ അത് സെയിം കമ്പനിയുടെ തന്നെ വേറെ ഷിപ്പിലോട്ടാണ് പോയത്. അങ്ങനെ എന്തെങ്കിലും ഒരു അബദ്ധം കാണിക്കുന്നു തോന്നുന്നുണ്ടോ നീതുവിന്? അങ്ങനെ സംശയമുണ്ടോ? മക്കളൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുമോ എനിക്കറിയില്ല. 2 മക്കളുണ്ട്. നെക്സ്റ്റ് വീക്ക് നാട്ടിലോട്ട് വരാൻ നിൽക്കുന്ന ആളല്ലേ. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ട്? 3 ദിവസം കൂടി കഴിഞ്ഞാൽ നാട്ടിലോട്ട് വരികയാണ്. ദുരൂഹത ഉണ്ടെന്നുള്ള സംശയമുണ്ടോ? ഒന്നും അറിയില്ല. കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു ഒന്നും എനിക്കറിയില്ല. വർഷം 13-14 വർഷം, ഓൾമോസ്റ്റ് അത്രയും വർഷമായിട്ട് ആൾ ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. ഷിപ്പ് മാറുമെങ്കിലും ഈ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. അത്രയും വർഷം വർക്ക് ചെയ്ത ആളെ കൺസിഡർ ചെയ്യണ്ടേ? എന്തായാലും ബന്ധപ്പെട്ടതിൽ നിന്നും ഒഫീഷ്യൽസിൽ നിന്നൊന്നും ഇതുവരെ ഒരു വിവരവും കുടുംബത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് വിൻസാറിനെ കണ്ടെത്തണമെന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ക്യാമറാമാൻ മുനീഫിനൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. വർക്കലയിൽ കുട്ടികൾ തമ്മിലുള്ള വാക്കുതർക്കം തീർക്കാനെത്തിയ അമ്മമാർ തമ്മിലുള്ള വാക്കേറ്റം കയ്യാങ്കളിയായി മാറി. യുവതിക്ക് ക്രൂരമർദ്ദനമേറ്റതായി പരാതി. വർക്കല ഓടയം കിഴക്കേപ്പറമ്പിൽ താമസിക്കുന്ന ഷൈഫയാണ് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഈ
പിടിച്ചിട്ട് വയറ്റിൽ ചവിട്ടിയിട്ട് പിന്നീട് അവിടെ തറ ഇട്ടിട്ട് ഉടുപ്പ് വലിച്ച് കീറി. ഉടുപ്പ് വലിച്ച് കീറിയിട്ട് കിണറ്റിന്റെ ആ സൈഡിലൊരു കല്ല് വീണ് തലകൊണ്ട് ഇടിച്ചു കൊടുത്തിട്ട് വീണ്ടും ചവിട്ടി. പിടിച്ചു മാറ്റാൻ ചെന്നവരെല്ലാവരെയും അടിക്കാൻ നോക്കി, അടിച്ച്. അവരൊക്കെ ഇനി പോലീസ് വരുമ്പോൾ കേസ് കൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അവർ കൊടുത്തെന്നാണ് പറയുന്നത്. പിന്നീട് അവർ ഉമ്മിയെ ഒരുപാട് ദ്രോഹിച്ചു. അവർ 3 പേരും കൂടി ചേർന്നിട്ടാണ് അടിച്ചത്. ഉമ്മയടിച്ചത്? ഓ, ഒരാൾ പിടിക്കാമെങ്കിൽ ഒരാൾ അടിക്കാമെന്നാ. മുടിച്ചെട്ടി പിടിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ഈ കഴുത്തിൻ്റെ ഇവിടെ വെച്ച് ഇങ്ങനെ കയറി പിടിച്ച് കൊങ്ങ കയറി പിടിച്ച് അങ്ങനെയൊക്കെ ചെയ്തു. ഈ റിപ്പോർട്ടോടെ ലേറ്റ് എഡിഷൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.